ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പോലെ നമ്മുടെ ചന്ദ്രമതിയുടെ മലേഷ്യക്കാരി മരുമകളെ ഇപ്പോൾ എടുത്ത് തലയിൽ നിന്ന് തറയിലെടുത്തിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. തറയിലിട്ടിരിക്കുക മാത്രമല്ല, തറയിലിട്ട് നന്നായിട്ട് ചവിട്ടി കൂട്ടുന്ന സൂപ്പർ എപ്പിസോഡുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയോട് ഇപ്പോ വീട്ടിലെ പണിയെല്ലാം ചെയ്യാനും രേവതിയോട് പോയിരുന്ന് TV കണ്ടോളാനും വരെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച സൂപ്പർ എപ്പിസോഡൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മുടെ അച്ചമ്മ തന്നെ നേരിട്ട് എത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിഷു ആഘോഷങ്ങൾക്കായിട്ടും ഈ നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ ചോദ്യം ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ അച്ചമ്മ എത്തുന്ന കിടിലൻ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അങ്ങനെ ശ്രുതി എഴുന്നേറ്റ് വന്നതേ കോഫി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി അടുക്കളയിൽ ധൃതി വെച്ച് പണിയാണല്ലോ. രേവതി പറയുന്നുണ്ട്, ശ്രുതി കോഫി ഫ്ലാസ്കിലുണ്ടെന്നേ. അതെന്താ രേവതി, നിനക്ക് ആ ചായ എനിക്ക് ഒഴിച്ചു തരത്തില്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്താടി, നിനക്ക് ആ ചായ ഒഴിച്ചു കുടിക്കണോ? നീ എന്താ ഈ വീട്ടിലെ വലിയ കെട്ടിലമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അല്ല ആന്റി എന്ന് പറയുന്ന സമയത്ത്, അതെ രേവതി, കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ളതാണ്. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ വെച്ച് കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞു പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, അതെ എൻ്റെ അവസ്ഥ ഇതായിപ്പോയി, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തന്നേനേന്ന് പറയുകയാണെ. ഇതിങ്ങനെ പതുക്കെ പെറുപിറുക്കുന്ന കേട്ടോണ്ട് നമ്മുടെ ചന്ദ്രമതി തിരിച്ചൊരു വരവ് വരുന്നുണ്ട്. എന്താടി, നീ എന്താ ഇപ്പൊ പറഞ്ഞത്? അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണേ. അപ്പോഴേക്ക് രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ഇവള് പറഞ്ഞേന്നേ. അങ്ങനെ രേവതി പതുക്കെ ഇങ്ങനെ മുക്കിയും മൂളിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ അവസ്ഥ ഇതായി പോയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കാണിച്ചു തരാമെന്ന്. എന്നാൽ നമ്മുടെ ചന്ദ്രമതി വിചാരിക്കുന്നത് അത് ചന്ദ്രമതിയോടാണ് പറഞ്ഞതെന്ന്. എന്താടി, നീ എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും, എന്നെ കാണിച്ചു തരാന്നല്ലേ പറഞ്ഞത്. രേവതി, നീ ഇനി ഇവിടെ മറ്റാർക്കും ഭക്ഷണം ഉണ്ടാക്കണ്ട, നിനക്കുള്ളത് ഉണ്ടാക്കി കഴിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ വീട്ടിലുള്ള എല്ലാവർക്കും നീ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയെന്ന് ചന്ദ്രമതി ഇങ്ങനെ ഓർഡർ ഇടുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ശ്രുതി, ആന്റി അത് പിന്നെയെന്ന് വിളിക്കുമ്പോൾ, ആരടി നിന്റെ ആന്റി? നീ ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോവരുത്. മര്യാദയ്ക്ക് ഈ അടുക്കളയിലുള്ള പണിയെല്ലാം ചെയ്തോണം. രേവതി, നിനക്ക് പൂവൊക്കെ കൊടുക്കാനുള്ളതല്ലേ, നീ പോയി കൊടുക്കെന്ന് പറയാനേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ആന്റി അമ്മേ, ഞാൻ പൂവൊക്കെ രാവിലെ കൊടുത്തു, അതൊക്കെ നേരത്തെ തീർന്നു. എന്നാലേ പണിയൊന്നും ഇല്ലെങ്കിൽ നീ പോയിരുന്ന് സിനിമ കാണും, TV-യിൽ നല്ല സിനിമ ഓടുന്നുണ്ടെന്ന് പറയുകയാണേ. രേവതിക്ക് ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി എന്നിട്ടങ്ങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതി ആകെ കലിപ്പില്, കാരണം അടുക്കളയിൽ കയറി പണി ചെയ്ത് ശീലവും ഇല്ല, പാചകമൊട്ട് അറിയത്തും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ഡ്യൂട്ടിയും നമ്മുടെ ശ്രുതിയുടെ തലയിൽ വീണു പോവാണല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി തിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്, ദേ ശ്രുതി, ഇവിടുത്തെ പണി കഴിയുമ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വന്നേക്ക്, തുണി ഒരുപാട് അലക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ രേവതി ആണെങ്കിൽ ആകെ റിലേ കട്ടായി ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും സച്ചി വന്നിട്ട് രേവതി രേവതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും രേവതി ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ട് മുറ്റത്തേക്ക് പോവാണേ. ഈ സമയം രവിയും മോളേന്ന് വിളിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയാണ്? അല്ല സച്ചിയേട്ടാ, മുറ്റത്ത് കാക്ക മലന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പോവാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി പോവാണ്. എന്താ രേവതി, എന്താ നിനക്ക് പറ്റിയെന്ന് ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് രേവതി പറയുന്ന, അല്ല സച്ചിയേട്ടാ, അമ്മ എന്നോട് സ്നേഹത്തോട് സംസാരിച്ചു, എനിക്ക് വേണ്ടി ശ്രുതിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു, ഞാന് വന്നിരുന്ന് സിനിമ കണ്ടോളാൻ പറഞ്ഞു എന്നൊക്കെ പറയാണേ. ഇത് കേൾക്കുമ്പോൾ രവിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ശ്രീകാന്ത് ഈ സമയം അവിടെ തന്നെ ഉണ്ട്. ശ്രീകാന്തിനും വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അങ്ങനെ ശ്രീകാന്തും സച്ചിയും കൂടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതി ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി വരുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. പാവം എൻ്റെ ശ്രുതി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം
സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഇപ്പൊ കാക്കമല്ലെന്ന് പറക്കുന്നുണ്ടോ നോക്കാൻ പോണ്ട, കിട്ടിയ സമയമാണ്, ഇവിടെ ഇരുന്ന് നല്ല സിനിമ കാണാന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കിച്ചണിലേക്ക് കയറി പോവാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും ശ്രുതിയെ ഒന്ന് കാണണം, സംസാരിക്കണമെന്നും പറഞ്ഞ് ശ്രുതി ചെന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്രമതി വരുമ്പോഴേക്കും, അമ്മേ ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാന്ന് പറയാണ്. നീ എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നേ? അമ്മേ ഞാനൊന്നും സംസാരിച്ചില്ല, ശ്രുതി എന്നോട് പറയാണ് അമ്മയ്ക്ക് ശ്രുതിക്കും ആൻറ്റിക്കും ഒക്കെ എന്നോട് ദേഷ്യമാണോ, എന്നോട് ക്ഷമിക്കണോ എന്നൊക്കെ പറഞ്ഞു എന്ന് ആ സമയവും ശ്രുതിയുടെ തലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതി ഒന്നും മിണ്ടാതെ നിന്ന് അവിടെ ജോലി ചെയ്യണേ. അപ്പോഴേക്ക് ചന്ദ്രമതി വീണ്ടും ശ്രുതിയുടെ നേരെ ചാടിക്കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതി അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവുകയാണ്. ശ്രുതി പോയി കഴിയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ദേ ആൻറ്റി ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ മകൻ തന്നെയാണ് കള്ളം പറയുന്നതെന്നേ. എന്താടി നീ അവനിനി കള്ളം പറയുവാണെന്നും കൂടിയോ? ഞാനും എൻ്റെ മോനും നിന്നോട് ക്ഷമിക്കാനും പോകുന്നില്ല. ഈ വീട്ടില് എല്ലാവർക്കും നിന്നോട് പുച്ഛമാണ്, ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ശ്രീകാന്തും വർഷയും ഇതൊന്നും വിശ്വസിക്കാനാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം രേവതിനെ ഏത് നേരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ചന്ദ്രമതി നേരെ ഇപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ശ്രുതിക്കാണ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രുതി കിച്ചണിലെ പണിയെല്ലാം തീർത്തിട്ട്, ആൻറ്റി കിച്ചണിലെ പണിയെല്ലാം തീർന്നു എന്നും പറഞ്ഞ് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറയുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി നീ ഇന്ന് പാർലറിൽ പോവണ്ട, ഇവിടെ ഒരുപാട് തുണി അലക്കാനുണ്ട്, നീ വേഗം പോയി തുണി അലക്കെന്നും പറഞ്ഞിട്ട് കുറേ തുണി വാരി ശ്രുതിയുടെ കയ്യിലങ്ങ് കൊടുത്തു വിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാൻ വയ്യാതെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ ഹോളിലിരുന്ന് ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിയും വർഷയും എല്ലാവരും ഉണ്ട്. അങ്ങനെ തുണി വാരിക്കൊണ്ട് പോകുന്ന സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല നിന്നോട് ഞാൻ എല്ലാവരുടെയും തുണി അലക്കാനല്ലേ പറഞ്ഞത്, ഇതിനകത്ത് സച്ചിയുടെയും രേവതിയുടെയും തുണിയില്ലല്ലോ എന്നേ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്കും രേവതിക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ. ദേ നീ പെട്ടെന്നല്ല അവരുടെ തുണിയും മൊത്തം വൃത്തിയാക്കി അലക്കിയിടണമെന്നും പറഞ്ഞിട്ട് അതുകൂടി അലക്കിപ്പിക്കുവാണ് കേട്ടോ നമ്മുടെ ശ്രുതിനെ കൊണ്ട്. ശ്രുതിയാണെങ്കിൽ പോയി നിന്ന് കല്ലേല് തുണി അലക്കി മടുക്കുകയാണ്. വാഷിംഗ് മെഷീനിലും അലക്കാനായിട്ട് നമ്മുടെ ചന്ദ്രമതി സമ്മതിക്കുന്നില്ല കേട്ടോ. ശ്രുതി ഇങ്ങനെ മനസ്സിൽ പ്രാകുകയും പൊറുപുറുക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും തനിക്ക് മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ നിന്ന് വേദന എടുത്തിട്ട് നടുവൊക്കെ തിരുമിയാണ് കേട്ടോ അവിടെ നിന്ന് തുണിയൊക്കെ അലക്കുന്നത്. സച്ചി വന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ശരീരം ആകെ കുളിര് കോരുവാ, നിനക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ പറയാണേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതെ രേവതി നിനക്കിപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? അമ്മേ നിന്നോട് സ്നേഹം ഇല്ലെന്നുള്ളത് നിന്റെ തെറ്റിദ്ധാരണയല്ലേ. എന്തായാലും ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനും വളമാകുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പൊ പാർലർ ഏട്ടത്തിക്കിട്ട് നേരെ തിരിഞ്ഞപ്പോ അത് ആ ദേഷ്യം മുഴുവൻ സ്നേഹമായിട്ട് നിന്റെ അടുത്തേക്ക് വരിക. കിട്ടുന്ന അവസരം നീ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കോന്ന് പറയുകയാണേ. അങ്ങനെ രേവതി പൂവൊക്കെ ആയിട്ട് നമ്മുടെ കൊടുത്തിട്ട് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട്, എന്താ അവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ. അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം രേവതി ലക്ഷ്മി അമ്മയോടും ദേവും ശരത്തും എല്ലാവരും ഉണ്ട്, എല്ലാവരുമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ലക്ഷ്മിയമ്മ ഇപ്പൊ ചോദിക്കുന്നുണ്ടോ, അപ്പോ ആ ശ്രുതിയുടെ പൈസക്കല്ലേ അവര് ബിസിനസ് തുടങ്ങിയത്? അല്ലമ്മേ, അപ്പോ ആ പെണ്ണ് തിരിച്ചു കൊടുത്ത ക്യാഷിനല്ലേ അവര് ബിസിനസ് തുടങ്ങിയത്? എന്നിട്ട് എന്തോരം കള്ളത്തരങ്ങളാ ചേച്ചി കാണിച്ചു കൂട്ടിയെന്ന് ദേവും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, എൻ്റെ ദേവു അതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം, അതിനെല്ലാം നേരെ തിരിഞ്ഞിട്ട് ആൻറ്റി ആണെങ്കിൽ ശ്രുതിയോട് ചെയ്യുന്നതൊക്കെ കാണണം. ഇപ്പൊ എന്നോട് ആ വീട്ടില് ഒരു പണിയും ചെയ്യണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. എൻ്റെ സച്ചിയേട്ടൻ്റെ തുണി വരെ ശ്രുതിയെ കൊണ്ട് അലക്കിപ്പിച്ചു എന്ന് പറയുകയാണേ. അപ്പോഴേക്ക് ദേവുന് ഭയങ്കര സന്തോഷമാവുന്നു. ആഹാ ചേച്ചി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നു. ചേച്ചി ഇതൊക്കെ എനിക്കൊന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ചേച്ചി അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, ദേവു എന്തായാലും
നമ്മുടെ രേവതിയെ പോലെ തന്നെ ആ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വന്നതല്ലേ ആ ശ്രുതിയും. എന്തായാലും അവരിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പാടില്ലെന്നേ. എന്നാൽ ദേവു പറയുന്നുണ്ട്, അമ്മേ എന്തൊക്കെ പറഞ്ഞാലും ഈ സമയത്ത് സിമ്പതി കാണിക്കാനൊന്നും നോക്കണ്ട. അവളും അവിടെ അമ്മായിയമ്മയും എല്ലാം കൂടി രേവതി ചേച്ചീനെ ഇട്ട് പറഞ്ഞതും ദ്രോഹിച്ചതും ഒക്കെ അമ്മ ഇത്ര പെട്ടെന്ന് മറന്നോ? എന്തായാലും എനിക്ക് ഈ മൊമെന്റ് ഭയങ്കര ഹാപ്പിയാണെന്നും പറഞ്ഞ് ദേവു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, എന്തായാലും രേവതി ചേച്ചി ആ ശ്രുതി ചേച്ചിയാണെങ്കിൽ ഇത്ര വലിയ മലേഷ്യക്കാരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്നേ. ഇപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അതെ, അവര് മിക്കവാറും ആന്റണി ചേട്ടന്റെ അടുത്ത് വന്നിട്ട് പൈസ കടം മേടിക്കാനായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോഴേക്ക് ദേവിക്കുന്നുണ്ട്, അവള് എന്തിനാ ആന്റണിയുടെ അടുത്ത് പൈസക്ക് വരുന്നത്? അവള് വലിയ മലേഷ്യയിലെ കോടീശ്വരിയാണെന്നല്ലേ പറയുന്നത്. അത് തന്നെയാ ദേവു എനിക്കും സംശയം. ചേച്ചി, ഞാൻ അവിടെ ആന്റണിയുടെ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതവണ അവളുടെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ അവള് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, അവര് വരുന്ന സമയം ഞാന് മാറി നിന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ലക്ഷ്മിയമ്മ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, എന്നാലും അവരെന്തിനാ ആന്റണിയുടെ അടുത്ത് വന്ന് ക്യാഷ് ചോദിക്കുന്നേ? അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണല്ലോ, അവർക്ക് എന്തെങ്കിലും ക്യാഷിന് അത്യാവശ്യം വന്നപ്പോൾ മറിക്കാനായിട്ടായിരിക്കുമെന്നേ. എന്നാൽ ശരത്ത് വീണ്ടും പറയുന്നുണ്ട്, ചേച്ചി ഇതിലെന്തൊക്കെയോ പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട്. പണം രണ്ടുപേർക്കും കൂടി ആവശ്യത്തിനാണെങ്കിൽ ആ സുധിയേട്ടനും വരാറില്ലേ? എന്നാൽ അദ്ദേഹം ഇതുവരെ അവിടെ വന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനി സുധിയേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ ഇവര് വരുന്നതെന്ന് പോലും എനിക്കറിയില്ലെന്നേ. അപ്പോഴേക്ക് രേവതി ഇടുന്നുണ്ട്, എന്നാലും സച്ചിയേട്ടനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ശ്രുതിക്ക് അറിയാവുന്നതാണ്. പിന്നെ എന്തിനാണ് ആന്റണിയുടെ അടുത്ത് വന്ന് ശ്രുതി പണം ചോദിക്കുന്നതെന്നേ. ഈ സമയം ശരത്ത് പറയുന്നുണ്ട്, അത് തന്നെയാണ് ചേച്ചി എനിക്കും സംശയമുള്ളത്. അവരുടെ മുന്നിൽ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. എന്തായാലും ചേച്ചി ഇപ്പൊ ഇത് വീട്ടിൽ പറയാൻ നിൽക്കണ്ട, നമുക്ക് അത് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണമെന്നേ. അപ്പോഴേക്കും ദേവുവിനെ നോക്കിയിട്ട് രേവതി പറയുന്നുണ്ട്, അയ്യോ എന്നെ വെറുതെ വിട്ടേര്. ഇവള് ഒരു സത്യം എന്നെ കൊണ്ട് തെളിയിപ്പിച്ച് കാണിച്ചിട്ടേ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ് പിന്നീട് എൻ്റെ തലയിലായി പ്രശ്നങ്ങൾ മുഴുവൻ. അതുകൊണ്ട് ഇതിലൊന്നും ഞാനില്ല. എന്തായാലും എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടടാ. എന്തായാലും നീ ഒന്ന് അറിഞ്ഞു വെച്ചേക്കെന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോൾ എടുക്കുമ്പോഴേക്കും മറ്റാരും അല്ല, അച്ഛമ്മയാണ്. എന്താടാ നീ എന്നെയെല്ലാം മറന്നോന്ന് ചോദിക്കുകയാണേ. അച്ഛമ്മേ അതെന്താന്ന് അറിയില്ല, എനിക്ക് അച്ഛമ്മേനെ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഇതാ മനപ്പൊരുത്തം എന്ന് പറയുന്നത്. അച്ഛമ്മേനെ ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ച ആ സമയം തന്നെ അച്ഛമ്മേനെ ഇങ്ങോട്ടേക്ക് വിളിച്ചല്ലോ. എടാ നീ എൻ്റെ അടുത്ത് അടവിറക്കല്ലേ എന്ന് പറയാനേ. അല്ലച്ചമ്മേ, വീട്ടിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇപ്പൊ പറയാന് എന്ന് തിരക്ക് കുറഞ്ഞിട്ട് അച്ഛമ്മേനെ വിളിക്കാന്ന് ഓർത്തിരിക്കാന്ന് പറയണേ. അതിനുവേണ്ടി എന്ത് വിശേഷമാടാ ഇപ്പൊ അവിടെ ഉണ്ടായെന്ന് ചോദിക്കാനേ. അങ്ങനെ നമ്മുടെ സച്ചിൻ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അച്ഛമ്മയുടെ ചെവിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മയ്ക്കുന്നത്, എടാ നീ എന്താ പറയുന്നത്? എന്റെ മോന് 35 കൊല്ലം വളയം പിടിച്ചു കിട്ടിയ ആ പൈസ ഒരുത്തി കളിപ്പിച്ചു കൊണ്ട് പോയെന്നോർത്തു. എന്നാ ഇതിപ്പോ തിരിച്ചു കിട്ടിയിട്ടും കെട്ടിയോനും കൂടി അത് മറച്ചു വെച്ച് ബിസിനസ് നടത്തുമായിരുന്നോ? അതെ അച്ഛമ്മേ, എന്തായാലും ദൈവം എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാ. ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട ആ പൈസ എടുത്തോണ്ട് പോയ ആ നീലിമേന്ന് പറഞ്ഞ പെണ്ണെ എന്റെ കാറിൽ തന്നെ വന്ന് കേറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തെളിവ് സഹിതം വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തേനെ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. എന്തായാലും എൻ്റെ മോനെ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവനെ പറ്റിച്ചു കൊണ്ടുപോയ പൈസ ആർക്കും അത് ഉതകില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ അച്ഛമ്മ പറയുന്നുണ്ട്, എന്നാലും അവളും അവനും കൂടിയിട്ട് അത് മറച്ചു വെച്ചല്ലോടാണ്. അച്ഛമ്മേ അതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ അമ്മയുടെ ഒരു ഭാവമാറ്റമുണ്ട്, അതാണ് ഒന്ന് കാണേണ്ടതെന്നേ. എന്താടാ ചന്ദ്ര എന്നിട്ട് ഇപ്പൊ എന്തു പറയുന്നു? എന്തു പറയാനാണ്, പാർലർ ഏട്ടത്തിയെ ഇപ്പോ എടുത്ത് തറയിൽ ഇട്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോ രേവതിയോട് ഭയങ്കര സ്നേഹമാണമ്മേ. എന്തായാലും അച്ഛമ്മ അതൊന്ന് വന്ന് നേരിൽ കാണണമെന്ന് പറയാണേ.
എന്നാ അച്ഛമ്മ പറയുന്നുണ്ട്, എടാ ഒരു വിശേഷ ദിവസം വരുന്നുണ്ടല്ലോ, എന്നിട്ട് നീ എൻ്റെ അടുത്ത് ഒന്നും വരുന്നില്ലല്ലോ, എനിക്ക് രേവതി മോളെയും കാണാൻ കൊതിയാവുന്നുണ്ടെന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ അച്ഛമ്മ വിഷുവിന് ഇങ്ങോട്ടേക്ക് വരില്ലേ? പിന്നല്ലാതെ, എനിക്ക് നിങ്ങളുടെ കൂടെ അല്ലാതെ മറ്റെന്ത് വിഷുവാഘോഷമാ? അതെ, അച്ഛമ്മയുടെ വിഷു കൈനീട്ടത്തിന് വേണ്ടിയിട്ടാ ഞാൻ ഇപ്പോഴേ വെയിറ്റ് ചെയ്തിരിക്കുവാന്ന് പറയുകയാണേ. എന്തായാലും ഞാൻ ഉടനെ തന്നെ എത്തിയേക്കാന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചി വെച്ച ഉടനെ തന്നെ അച്ഛമ്മയാണെങ്കിൽ രവീന്ദ്രനെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മേ എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്ത് വിശേഷമാടാ, നിനക്ക് സുഖമല്ലേന്ന് ചോദിക്കുന്നുണ്ടേ. ആ സുഖം അമ്മേ, പിന്നെ അവിടെ എന്ത് വിശേഷം ഉണ്ടെന്നിങ്ങനെ കലാവതി അമ്മ ചോദിക്കുന്ന സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ലെന്ന് രവി ഇങ്ങനെ വല്ലാതെ പറയാണ് കേട്ടോ. കാരണം അവിടുത്തെ കാര്യങ്ങളൊന്നും അമ്മയോട് പറയുന്നില്ല. എടാ നീ എൻ്റെ അടുത്ത് കള്ളത്തരമൊന്നും പറയില്ലെന്ന് എനിക്കറിയാം, പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എൻ്റെ സച്ചിമോൻ പറഞ്ഞ് ഞാൻ എല്ലാം കൃത്യമായിട്ട് അറിയുന്നുണ്ടെന്ന് പറയുകയാണേ. അപ്പോഴേക്കും എന്തായാലും അതൊക്കെ ഇവിടെ നടക്കുന്നതൊന്നും പറയാതിരിക്കുകയാണ് അമ്മേ നല്ലതെന്ന് പറഞ്ഞിട്ട് രവി ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ. അതൊന്നും സാരമില്ല, എന്തായാലും ഞാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നേ. അതേമ്മേ, ഞാൻ എന്തായാലും വിഷുവിന് അമ്മയെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ സച്ചിയെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, അവൻ ഓട്ടോ ഒക്കെ ഉള്ളതല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ഓഫീസിൽ പോയിരിക്കുന്ന സുധീനെ ചന്ദ്രമതി കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത്, ഏയ് ഒന്നുമില്ലടാ, നീ അവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കുന്നുണ്ടേ. അമ്മേ, ഞാൻ അമ്മേനെ ഇപ്പൊ അങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. എന്താടാ എന്ന് ചോദിക്കുന്ന സമയത്താണ്, അമ്മേ ശ്രുതി എന്നെ ഫോൺ ചെയ്തിരുന്നു, ഞാന് എപ്പോഴാ വരുന്നേന്ന് ചോദിച്ചാ വിളിച്ചേന്നേ. അപ്പോഴേക്ക് ചന്ദ്രമതിക്കുന്ന, അവളെന്തിനാ നിന്നെ വിളിക്കുന്ന? അല്ലമ്മേ, എനിക്കും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും, ഓഹോ അത് ശരി, എടാ ഇന്ന് നിനക്ക് വൈകിട്ട് ലോഡൊക്കെ ഒരുപാട് വരാനുള്ളതല്ലേ, നീ ഇന്ന് ഷോറൂമിൽ തന്നെ കിടന്നാൽ മതിയെന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നില്ല, അത് അമ്മേ ആ കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കാനായിട്ട് ഇവിടെ വേറെ സ്റ്റാഫ് ഉണ്ടല്ലോ, നിന്നെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേടാ. എന്തായാലും നീ ഇന്ന് രാത്രി അവിടെ കിടന്നാൽ മതി, ഷോറൂമിലെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് അവിടെ കിടന്നാൽ മതി എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയും ആ ശരി അമ്മയെന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ശ്രുതി വിളിച്ച കാര്യം വരെ ശ്രുതി തന്നോട് പറഞ്ഞല്ലോ, ആ ഒരു കാര്യം ഓർത്തിട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്ക് ഇപ്പോൾ ശ്രുതിയോടുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞത്, താൻ 55 ലക്ഷം രൂപ എടുത്തിട്ട് ബിസിനസ് ചെയ്തതൊന്നുമല്ല, ഇത് തന്നിൽ നിന്നും മറച്ചു വെച്ചിട്ട് ശ്രുതിയെ കൊണ്ടും അവരോട് പറയാതെ, ചന്ദ്രമതിയോട് പറയാതെ ചെയ്യിപ്പിച്ചതാണല്ലോ. അപ്പൊ തൻ്റെ പുന്നാര മകന് ഒരു രഹസ്യവും താൻ അറിയാതെ ഇല്ല. ഇനിയിപ്പോ ശ്രുതി കാരണമാണ് ഇങ്ങനെയൊരു കാരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. ശ്രുതിയെ തൻ്റെ കൈക്കുള്ളിൽ തന്നെ വേണമെന്നുള്ള ഒരു വാശി കൊണ്ടുകൂടിയാണ് ശ്രുതിയും തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നിനുമല്ല, ഇന്ന് രാത്രിയിൽ വരണ്ടെന്ന് പറഞ്ഞത് അതും നമ്മുടെ ശ്രുതിക്കിട്ടുള്ള നല്ലൊരു പണിയാണ്. അങ്ങനെ ശ്രുതി പണിയെല്ലാം കഴിഞ്ഞ് മടുത്തിട്ട് റൂമിലേക്ക് കയറാനായിട്ട് പോകുമ്പോഴേക്കും ചന്ദ്രമതി ഇരിക്കുന്നടാ, അല്ല നീ ഇതെങ്ങോട്ടേക്ക്? ആന്റി, ഞാൻ നല്ല ടയേർഡാണ്, ഞാനൊന്ന് കിടക്കട്ടേന്നേ. ഓഹോ, നിനക്കിപ്പോ എന്താ ഇത്ര പ്രത്യേകിച്ചുള്ള ഒരു ക്ഷീണം? ഇതുപോലെ എല്ലാ ദിവസവും രേവതി ഈ പണിയെല്ലാം ചെയ്തിട്ടാണല്ലോ എല്ലാവർക്കും ഫുഡും വിളമ്പി കൊടുത്തിട്ടാണ് വന്ന് കിടക്കുന്നത്. നീ അതുപോലെ കൊടുത്തിട്ട് കിടന്നാൽ മതിയെന്ന്. ആന്റി, എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും, എടി നിന്നോട് പറഞ്ഞേ കേട്ടില്ലേ? ആ പിന്നെ ഇന്ന് നീ ഹാളിൽ കിടന്നാൽ മതി, സച്ചിയും രേവതിയും ഇവിടെ കിടക്കട്ടെ എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും അങ്ങ് ഷോക്കായി പോവാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, രേവതി ഇത് എന്നെ ഒന്ന് പിച്ചിക്ക്, ഇത് സ്വപ്നമാണോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നേ. സച്ചിയേട്ടാ, സ്വപ്നമൊന്നും അല്ല, അമ്മ തന്നെയാ ഈ പറയുന്നേന്നേ. അപ്പോഴേക്കും സച്ചി പെട്ടെന്ന് തന്നെ രേവതി നമുക്ക് കിട്ടിയ സമയം റൂമിൽ പോയി കിടക്കാന്നും പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്നാ രവി ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ, ശ്രുതി ഇതുവരെ വന്നില്ലല്ലോ? ആ അവൻ ഇന്ന് വരില്ലെന്ന് പറഞ്ഞിരുന്നു, ഷോറൂമിൽ എന്തോ ലോഡും കാര്യങ്ങളും ഒക്കെ ഇറക്കുന്നുണ്ട്, അവൻ തന്നെ വേണമല്ലോ കണക്കെല്ലാം നോക്കാനായിട്ട്. ഓരോ ദിവസവും അവൻ വലിയ പൊട്ടനാണെന്നും പറഞ്ഞ് എല്ലാവരും അവനെ എടുത്ത് പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ.
എൻ്റെ മോന് വല്ല കഴിവുണ്ടോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ ഒരു നോട്ടം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി വീണ്ടും ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്താടി നോക്കി നിൽക്കുന്നത്, പായും തലകണിയൊക്കെ എടുത്തോണ്ടേ ഹാളിൽ വന്ന് കിടന്നോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ ഹാളിലാണ് കേട്ടോ കിടത്തുന്നത്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വർഷയുടെ ഒരു സന്തോഷം ഒന്ന് കാണേണ്ടതാണ്. എന്നാൽ രേവതിക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും സച്ചിയേട്ടാ, ശ്രുതി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോ ഹാളിൽ കിടക്കുന്നത് ശരിയാണ്. രേവതി, നീ കൂടുതലായിട്ടൊന്നും വലിയ സിമ്പതിക്കൊന്നും നിൽക്കണ്ട. വലിയ നന്മമരം കളിക്കാതെ ഇങ്ങോട്ട് വരാൻ നോക്ക്. നമ്മളിവിടെ ഹാളിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ കളിയാക്കി ചിരിച്ചുകൊണ്ടേ പോയി കിടന്നിട്ടുള്ളതല്ലേ. എന്നാ ഒരു ദിവസം ഇവിടെ കിടന്നോ, ഞങ്ങൾ ഹോളിൽ കിടക്കാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ നീ പോയി വെള്ളം എടുത്തോണ്ട് പെട്ടെന്ന് വാന്നും പറഞ്ഞിട്ട് സച്ചി രേവതി അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ സമയം വർഷ വന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി, ഈ ആന്റി ഇത്രയ്ക്ക് അങ്ങ് പെട്ടെന്ന് മാറുമെന്ന് വിചാരിച്ചതേ ഇല്ലല്ലോ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ടേ എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെന്നേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, അല്ല വർഷേ, എന്നാലും ശ്രുതിയുടെ ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ ശ്രുതി ഒറ്റയ്ക്കല്ലേ ഹാളില്. ഇപ്പതേ എൻ്റെ അമ്മ എന്തായാലും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അവരെ രണ്ടുപേരെയും ഒന്ന് സംസാരിക്കാൻ കൂടി അനുവദിക്കുന്നില്ലല്ലോ. രണ്ടുപേരും കൂടിയല്ലേ തെറ്റ് ചെയ്തേന്ന് പറയാനേ. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചിക്ക് എന്താ, അവളെ വലിയ അഹങ്കാരം എടുത്തിട്ട് ഇപ്പോഴും അവള് തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കുന്ന കൂടി ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയൊന്ന് വിളിച്ച് കാര്യം അന്വേഷിച്ചെന്നും പറഞ്ഞിട്ട് അവൾ എൻ്റെ നേരെ വന്നത് കണ്ടില്ലേ. ഇനി രേവതി ചേച്ചി വലിയ നന്മയൊന്നും കാണിച്ചുകൊണ്ട് നിൽക്കാതെ കിട്ടിയ സമയം പോയി റൂമിൽ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവള് ചെയ്തതിനാണ് അവൾക്കുള്ള ശിക്ഷ കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട് വർഷ അങ്ങ് റൂമിലേക്ക് കയറി പോവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ രേവതി എഴുന്നേറ്റ് കിച്ചണിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി രേവതി ചായയെന്നും വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ദേ അമ്മേ ഇപ്പൊ തരാന്ന് പറയുകയാണേ. അപ്പോഴേക്കും അല്ല ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ശ്രുതി എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി അങ്ങോട്ടേക്കൊരു വരവ് വരുന്നുണ്ട് കേട്ടോ. എടി ശ്രുതി, സമയം എത്ര ആയെന്നറിയാവോ? ഇവിടെ എല്ലാവർക്കും രാവിലെ ഭക്ഷണം കഴിക്കേണ്ടതാണെന്നറിയില്ലേ? മര്യാദയ്ക്ക് എഴുന്നേക്കടി എന്നും പറഞ്ഞിട്ട് ശ്രുതിയെ അങ്ങോട്ട് എഴുന്നേപ്പിക്കുകയാണ് കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ പതിവില്ലാത്ത ഇന്നലത്തെ ജോലിയും അലക്കും എല്ലാം കൂടെ ചെയ്തിട്ട് ആകെ മടുത്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ശ്രുതിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. എന്താടി നിനക്ക് ഇത്ര ക്ഷീണം, മര്യാദയ്ക്ക് എഴുന്നേക്കടി എന്നും പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് വലിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ എനിക്ക് ചായ വേണം, രേവതിക്കും ചായ ഇട്ട് കൊടുക്ക്. രേവതി, നീ പോയി പൂ കെട്ടാനുള്ളതൊക്കെ നോക്കെന്നും പറഞ്ഞിട്ട് രേവതിനെ അടുക്കളയിൽ നിന്ന് അങ്ങ് എണീപ്പിച്ച് വിടുവാണേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ശ്രുതിയെ ചന്ദ്രമതി അടുക്കളയിലേക്ക് അങ്ങ് തന്നെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവിയും എല്ലാവരും ഇതെല്ലാം കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ രവിക്കും ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം ശ്രുതിയും കൂടി ചെയ്ത തെറ്റിന് ശ്രുതിയെ തന്നെ ശിക്ഷിക്കുന്നത് ശരിയല്ലെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഈ സമയമാണ് വീട്ടുമുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ അച്ചമ്മ തന്നെയാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അച്ചമ്മയും കൂടെ കാണുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. കാരണം ഈ കള്ളത്തരം ചെയ്തതും പോരാഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണല്ലോ. അച്ചമ്മയും കൂടി ഇനി തൻ്റെ നേരെ വരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ അച്ചമ്മയെ കാണുന്നതും ചന്ദ്രമതിയാണ് കേട്ടോ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് ആഹാ അമ്മ വന്നോ, അമ്മ കേറി വാന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓടി ചെല്ലുന്നത്. ചന്ദ്രമതിയുടെ പതിവില്ലാത്ത സ്നേഹവും സന്തോഷവും ഒക്കെ കാണുമ്പോ തന്നെ അച്ചമ്മ ഇങ്ങനെ സച്ചിയെ നോക്കി ഒരു ചിരി ചിരിക്കുന്നുണ്ട് കേട്ടോ. ആഹാ എന്തിയെ എൻ്റെ രേവതി മോള്, എന്തിയെ വർഷയും ശ്രീകാന്തും ഒക്കെ അച്ചമ്മയെന്ന് വിളിച്ചിട്ട് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി പെട്ടെന്ന് അമ്മയ്ക്ക് വെള്ളം എടുത്തിട്ട് വാന്നേ. അപ്പോഴേക്ക് എല്ലാവർക്കും അത്ഭുതം ആവുകയാണ് കേട്ടോ. അച്ചമ്മ സാധാരണയായിട്ട് രേവതിനെയാണല്ലോ അച്ചമ്മ വന്ന ഉടനെ വെള്ളമൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്. അപ്പോഴേക്ക് സച്ചി ഇങ്ങനെ അച്ചമ്മയുടെ ബാഗൊക്കെ പിടിച്ചിട്ട് അച്ചമ്മയെ പിടിച്ചുകൊണ്ട് വരുവാണ്. അച്ചമ്മേ കണ്ടില്ലേ, അച്ചമ്മ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയെ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ സെറ്റിയിൽ ഇരുത്തുന്നുണ്ട്. ആഹാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയട്ടെ എന്നും കേക്കട്ടെ എന്നും പറഞ്ഞ് രവിനെ പിടിച്ച് അച്ചമ്മയുടെ അടുത്ത് ഇരുത്തുകയാണ്.
അങ്ങനെ എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ശ്രുതിയും കൂടി അച്ഛമ്മ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും കൂടി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേക്കും ശ്രുതിയോടായിട്ട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ലടാ, എൻ്റെ മകൻ്റെ റിട്ടയർമെന്റ് കാശുകൊണ്ടാണ് നിങ്ങൾ വലിയ കടയൊക്കെ ഇട്ടതല്ലേ, എന്നിട്ടിപ്പോ ഇത് മറച്ചു വെച്ചിട്ട് അവള് തിരിച്ചു തന്നിട്ട് പോലും എന്തുകൊണ്ടാണ് എൻ്റെ മോനെ പോലും അറിയിക്കാതിരുന്നതെന്നേ? നീയൊക്കെ കൊള്ളാവല്ലോടാ. ഈ പണം 3 പേർക്കും ഒരുപോലെ അവകാശപ്പെട്ടതല്ലേ, എന്താ അത് തന്നെ അങ്ങ് വിഴുങ്ങാന്ന് വിചാരിച്ചോന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. ഈ സമയം ശ്രുതി ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതിയെ നന്നായിട്ട് അച്ഛമ്മ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാടാ ആണാണെന്നും പറഞ്ഞ് നടക്കുന്നത്? ഒരുത്തി വന്ന് എൻ്റെ മോൻ കഷ്ടപ്പെട്ട 50 ലക്ഷം രൂപയും കൊണ്ട് നിന്നെ പോലും പറ്റിച്ചിട്ട് കൊണ്ടുപോയി. എന്നാ അവള് തിരിച്ചു തന്നപ്പോ പോലും നിനക്കത് എൻ്റെ മകന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കാനോ അതൊന്ന് പറയാനോ പോലും തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്രുതിയെ തന്നെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അതിൽ കയറി ഇടപെടുന്നുണ്ട്. അമ്മേ, എൻ്റെ ശ്രുതിമോൻ പാവുക, അവനൊന്നും അറിയില്ല. ദേ, ഇവളെ എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാണ്. എൻ്റെ ശ്രുതിമോൻ പറയാന്ന് പറഞ്ഞിട്ടും ഈ പണം കൊണ്ട് ബിസിനസ് ആരംഭിക്കാന്നും പറഞ്ഞിട്ട് എൻ്റെ ശ്രുതിമോന് ഐഡിയ കൊടുത്തതും അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതും ഇവളാണെന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ നേരെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ ചന്ദ്രമതിയെ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ദേ ചന്ദ്രേ, നീ ഇനി ഒരക്ഷരം മിണ്ടി പോകരുത്. പിന്നെ നിന്റെ മകൻ ഇള്ള കുഞ്ഞല്ലേ, ആരെന്ത് പറഞ്ഞു കൊടുത്താലും അതുപോലെ ചെയ്യാനായിട്ട് എന്താ നിന്റെ മകന് സ്വന്തമായിട്ടൊരു ബുദ്ധിയില്ലേന്ന് ചോദിക്കുകയാണ്. അതോടുകൂടി ചന്ദ്രമതിയുടെ വായം കടയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കറക്റ്റ് അച്ഛമ്മേ, എന്തായാലും അച്ഛമ്മ കറക്റ്റ് പോയിന്റ് തന്നെ പിടിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, സച്ചി നീ ഇതിൻ്റെ ഇടയിൽ കയറണ്ടെന്നേ. അപ്പോഴേക്ക് വീണ്ടും അച്ഛമ്മ പറയുന്നുണ്ട്, ദേ ചന്ദ്രേ, എന്തായാലും ഇവൻ അന്ന് ആ പൈസ എടുത്തുകൊണ്ട് ഓടിപ്പോയത് കൊണ്ടാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. അവൻ ആ പൈസ തിരിച്ചു കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മകന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിരുന്നെങ്കിൽ രവി തന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തേനല്ലോ. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് അവൻ കൂടി എല്ലാം ചെയ്തിട്ട് നീ എന്തിനാണ് ഇവളെ മാത്രം കുറ്റം പെടുത്തുന്നത്? ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, അമ്മേ, അത് ഇവൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചു പോലുമില്ല, ഇവളാണ് അങ്ങനെ ഒരു ഐഡിയ കൊടുത്തത് എന്ന് പറയാനേ. അപ്പോഴേക്കും ദേ ചന്ദ്രേ, ഇവള് വന്നു കയറിയ മരുമകളാണ്. ഇവൻ സ്വന്തം അച്ഛനെ പറ്റിച്ചിട്ടാണ് അന്ന് ആ പൈസ എടുത്തുകൊണ്ട് പോയത്. അതിനെല്ലാവരും വിഷമിച്ചിരിക്കുന്ന കാര്യവും ഈ കുടുംബത്തിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിരുന്നറിയാവുന്ന നിന്റെ മകൻ ആ പൈസ കിട്ടിയിട്ട് പോലും വീണ്ടും സ്വന്തം കുടുംബത്തിലുള്ള അച്ഛനെ അമ്മയും സഹോദരങ്ങളെ പോലും കബളിപ്പിച്ചിട്ടാണ് ഇവൻ ചെയ്തത്. എന്താ അത് നിനക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛമ്മ വീണ്ടും പറയുന്നുണ്ട്, ദേ ചന്ദ്രേ, ഏത് നേരവും നീ എൻ്റെ മകൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകള് അവള് പണമില്ലാത്തവളാണെന്നും പറഞ്ഞ് രേവതിനെ ഇവിടിട്ട് എപ്പോഴും തരം താഴ്ത്തുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ എന്താണ്, നിന്റെ വലിയ മലേഷ്യക്കാരി മരുമകള് നീ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ മരുമകളാണെന്നും പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് ഇപ്പൊ എന്തിനാണ് അവളോടിങ്ങനെ പലതരത്തില് പെരുമാറുന്നതെന്നേ? എന്തായാലും നീ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളല്ലേ ചന്ദ്ര എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. ചന്ദ്രേ, നിന്നോട് ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണണമെന്നും വന്നു കയറിയ മരുമക്കളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണമെന്നും. എന്നാ നീ അങ്ങനെയല്ലല്ലോ ചെയ്തു പോകുന്നത്. നീ പണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്നേഹിക്കുകയും തലയെ കൊണ്ട് നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ ഈ വന്നതിനെല്ലാം കാരണം നീ തന്നെയാണ്. അതുകൊണ്ട് നീ തന്നെ അങ്ങ് അനുഭവിച്ചോന്നിങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ, മറ്റൊന്നുമല്ല, ഇപ്പോ ഈ ഉണ്ടായ കാരണങ്ങൾക്ക് നിന്റെ മകനും മരുമകളും ഒരുപോലെ തെറ്റുകാരാണ്. ശ്രുതിയെ ശിക്ഷിക്കേണ്ടതൊന്നും ഞാൻ പറയില്ല, എന്നാൽ അതുപോലെ തന്നെ നിന്റെ മകനെയും ശിക്ഷിക്കണം, അതാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അച്ഛമ്മ പോലും തന്നെയാണല്ലോ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ശ്രുതി കാരണമാണെന്നുള്ള ദേഷ്യം വീണ്ടും ശ്രുതിയോട് കൂടുകയാണ് ചന്ദ്രമതിക്ക് ചെയ്യുന്നത്. എന്നിട്ട് ശ്രുതിയോടായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, നീ ഒറ്റ ഒരുത്തി കാരണമാടി ഈ നടുമുറ്റത്ത് നിന്നിട്ട് എല്ലാവരുടെയും വായിൽ നിന്ന് ഞാൻ കേൾക്കേണ്ടി വരുന്നത്. എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് കയറി പോകുന്ന കേട്ടോ. അങ്ങനെ ശ്രുതിയോട് വീണ്ടും ഭയങ്കര
ദേഷ്യം കൂടുന്നതല്ലാതെ അച്ഛമ്മ വന്നതുകൊണ്ട് ശ്രുതിയോട് ദേഷ്യം കുറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ശ്രുതിക്കിട്ട് വീണ്ടും ശ്രുതിയെയും തമ്മിൽ സംസാരിക്കാൻ പോലും സമ്മതിക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ എന്തിനു ശ്രുതിയെ പാർലറിൽ വിടാൻ പോലും നമ്മുടെ ചന്ദ്രമതി സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നാൽ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചന്ദ്രോദയത്തില് നല്ല മനോഹരമായിട്ടുള്ള വിഷുക്കാഴ്ചകളൊക്കെ ഇനി വരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ നല്ല വിഷുക്കണിയൊക്കെ ഒരുക്കി നമ്മുടെ സച്ചിയെ കൊണ്ടുവന്ന് വിഷുക്കണിയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അച്ഛമ്മയുടെ നേതൃത്വത്തിൽ വിഷുക്കണിയൊക്കെ കണ്ട് അച്ഛമ്മ എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എൻ്റെ മകന് തന്നെ ആയിരിക്കട്ടെ എന്നും പറഞ്ഞ് രവിക്കും പിന്നീട് ചന്ദ്രമതിക്കും പിന്നെ ഓരോരുത്തർക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും അച്ഛമ്മയുടെ വക വിഷു കൈനീട്ടമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷു കൈനീട്ടമൊക്കെ കൊടുത്ത് നല്ല സദ്യയൊക്കെ കഴിച്ച് നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള വിഷു ആഘോഷങ്ങൾ അച്ഛമ്മയുടെ കൂടെയുള്ള വിഷു ആഘോഷങ്ങളൊക്കെ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വിശേഷങ്ങളുമായിട്ടും കാണാം.